തൃശൂർ മരത്താക്കരയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സൗഹൃദ സംവാദം ആരംഭിച്ചിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ നമ്മൾ തുടങ്ങി വെച്ച സ്കീം തന്നെ പൂർണ്ണമായിട്ട് ഗുണപ്രദമായി ഗുണഭോഗം അതിൽ പൂർണ്ണതയുണ്ട് എന്നൊക്കെ നോക്കുന്നു. അടുത്തത് ആൾക്കാരെ ചേർത്തിട്ട് കാര്യമില്ലല്ലോ, എല്ലാവർക്കും ഇത് ലഭ്യമാക്കണം. അപ്പൊ സെൻട്രൽ സ്കീമിൽ അങ്ങനെ സ്റ്റേറ്റ് കമ്പോണന്റ് എത്രയാണെന്നുള്ളത് നിശ്ചയിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റും കൂടി അമ്മാതിരി അതിനുവേണ്ടി സഹകരിക്കണം. ഇല്ലെങ്കിൽ ഇതൊന്നും വിജയകരമാക്കാൻ ഒക്കത്തില്ല. അങ്ങനെ അവസരം കിട്ടാൻ കോടിക്കണക്കിന് ആളുകൾക്ക് ഇത് ഉപകാരപ്രദമാകും. കോടിക്കണക്കിനെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ കോടികളല്ലേ അല്ലേ നമ്മുടെ. അതെ അതെ അല്ല, 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും അത് ആവശ്യം. ഇല്ലായ്മക്കാർക്ക് അത് കിട്ടും. നമസ്തേ സാർ, എൻ്റെ പേര് സ്വപ്ന. ഞാൻ ഓൺലൈനായിട്ട് ബേസിക് ഹിന്ദി ഇംഗ്ലീഷും പഠിപ്പിക്കുന്നുണ്ട്, ഓൺലൈൻ മാത്രം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ട്രൈബൽ ഹിന്ദി ഇംഗ്ലീഷ്, പിന്നെ കുറച്ച് സാൻസ്ക്രിറ്റും മലയാളം ഒക്കെ ഉണ്ട്. പിന്നെ നമ്മളിവിടെ ട്രൈബൽ ടൂറിസം ചെയ്യുന്നുണ്ട്. വേറെ ഞാൻ കുറച്ച് കോൾ സെന്ററിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഒരു ദിവസം എത്ര മണിക്കൂർ ജോലി ഉണ്ടാവും? 4-5 മണിക്കൂർ. ബ്രേക്ക് ഉണ്ടാവും, ബിറ്റ്വീൻ ബ്രേക്ക് ഉണ്ടാവും. ഏതുവരെ പഠിച്ചു? BA ഹിസ്റ്ററി. ഞാൻ കുറച്ചുകൂടെ മുംബൈയിലായിരുന്നു, അങ്ങനെ ലാംഗ്വേജ് ആണ്. രാജേഷ് ഹിന്ദി ഇംഗ്ലീഷ്. സാറിന്റെ സെക്രട്ടറി വിഷ്ണു എന്നെ അറിയാം, പരിചയം. സെക്രട്ടറി അല്ല, എൻ്റെ അഡ്മിൻ. എവിടെ വിഷ്ണു അറിയേ? മറ്റു ചെറിയൊരു വിഷ്ണു മാതാമൃതന്റെ മഠത്തിലെ സംസ്കാര കേന്ദ്രം യുവധർമ്മ. അപ്പൊ എനിക്കറിയില്ല, എന്തോ അതിനാണെന്ന് പറഞ്ഞു. ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നു, ID കാർഡൊക്കെ ഇട്ടിട്ട്. ഓക്കെ. അപ്പൊ നമ്മള് ചെറിയ ജോലിക്ക് സാധ്യത. താങ്ക് യു സാർ. ഓക്കെ. നമ്മൾ കുറച്ച് ട്രൈബൽ ടൂറിസം ചെയ്യുന്നുണ്ട് ഇവിടെ. മരോട്ടിച്ചാൽ സാറ് വന്നിട്ടുണ്ട്. ചെസ് ഗ്രാമം കേട്ടിട്ടുണ്ടല്ലോ, ചെസ് ഗ്രാമം ടൂർണമെന്റ് നടത്തിയതാണ്. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് കള്ളിച്ചിത്ര ഉന്നതി കള്ളിച്ചിത്ര കോളനിയിൽ ഒരു അംഗനവാടി 2015 പണി കഴിച്ചിട്ടിരിക്കുന്നതാണ്. ഇതുവരെ സാനു BJP ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അതിലേറെ ശ്രദ്ധേയം സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കലുങ്ക് സംവാദ പരിപാടിയാണ്. എത്രത്തോളം ജനകീയമാവുകയാണ് പരിപാടി? വിഷ്ണു, എന്തായാലും കലുങ്ക് സൗഹൃദ സംവാദ സദസ്സുകൾ തൃശ്ശൂരിൽ പുതിയൊരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള വേദി കൂടി തുറക്കപ്പെടുന്നു എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അതായത് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ പുതിയൊരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള വേദി കൂടി തുറക്കപ്പെടുന്നു എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങി ഏതാനും ദിവസം മുൻപാണ് ഈ ഒരു കലുങ്ക് സൗഹൃദ സംവാദ പരിപാടികളൊക്കെ തുടങ്ങിയത്. അതായത് ഒരു നാട്ടിൻപുറത്തെ വികസനം അതിൻ്റെ പ്രാദേശിക തലത്തിൽ നിന്നും തുടങ്ങുക എന്നൊരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് ഈ ഒരു സൗഹൃദ സദസ്സുകളൊക്കെ തൃശ്ശൂരിൽ ആരംഭിച്ചത്. അത് വലിയൊരു ജനപങ്കാളിത്തം കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രമന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്, അതായത് സാധാരണ ജനങ്ങളുടെ വിഷയങ്ങൾ, സാധാരണ ജനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ, അതേപോലെ തന്നെ പ്രാദേശിക തലത്തിലെ വിഷയങ്ങൾ, ഇത്തരം വിഷയങ്ങളൊക്കെ നേരിട്ട് മന്ത്രിനെ അറിയിക്കാനായിട്ടുള്ളൊരു വേദി ഒരുക്കുന്ന പരിപാടിയാണിത്. ഇത് ആദ്യ ഘട്ടം മുതൽ തന്നെ വലിയൊരു ജനപിന്തുണ കിട്ടിയതോടുകൂടി അതിനെ വിവാദത്തിലാക്കാനുള്ള ശ്രമങ്ങളുമൊക്കെ പല കോണുകളിൽ നടന്നിരുന്നു. അത് ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട്. അതിപ്പോൾ ഈ പരമാവധി ആളുകളെ പ്രാദേശിക തലത്തിലെത്തി പരമാവധി ആളുകളെ നേരിൽ കാണുന്നു. ആ പരമാവധി ആളുകളുടെ വിഷയങ്ങൾ, അതായത് കുടിവെള്ള പ്രശ്നങ്ങൾ മുതൽ അതേപോലെ തന്നെ റോഡ്, അത്തരത്തിലുള്ള സ്കൂള്, ഇങ്ങനെ ഈ നാനാഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഒരു പ്രാദേശിക തലത്തിൽ എല്ലാ മേഖലയിലും നേരിടുന്ന വികസന പ്രശ്നങ്ങളെ കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നു. അത് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. എന്നിട്ട് അതിൻ്റെ മെറിറ്റ് അനുസരിച്ച് ഓരോ വിഷയങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലുക എന്നുള്ള തത്വം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വീക്ഷണം വെച്ചുകൊണ്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടല്ല വികസന നടപടികളാണ് ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതായത് ആദ്യ പരിപാടി നടന്നപ്പോൾ തന്നെ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 35-ലധികം കുടുംബങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ കേന്ദ്രമന്ത്രിയെ ആ സ്ഥലത്തെ ജനങ്ങൾ നേരിട്ട് അറിയിച്ചിരുന്നു. അതിന് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പരിഹാരം കാണുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. തുടർന്ന് 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് ദേശീയപാത അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രശ്നം പരിഹരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഉണ്ടായത്. അത്തരത്തിൽ സ്കൂളുകളുമായി ബന്ധപ്പെട്ട വിഷയം, റോഡുകളുമായി ബന്ധപ്പെട്ട വിഷയം, കുടിവെള്ളവുമായി ബന്ധപ്പെട്ട വിഷയം, ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും നേരിട്ട് ജനങ്ങൾക്ക് കേന്ദ്രമന്ത്രിയെ അറിയിക്കാനായിട്ടുള്ളൊരു സംവാദ വേദി കൂടിയാണ് തൃശ്ശൂരിൽ തുറക്കപ്പെട്ടിട്ടുള്ളത്. വിഷ്ണു.
ശരി, സാനു കെ സജീവാണ് വിശദമായ വിവരങ്ങളും പങ്കുവച്ചത്.